പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരുവിയുടെയും നാമത്തിൽ ആമേൻ. വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. ഇന്ന് ഞാൻ വേറെ ഒരു വചനമൊക്കെ വിചിന്തനം ചെയ്യണമെന്നാണ് കരുതിയത്. പക്ഷെ ഇന്ന് ഒരു മകൻ്റെ അമ്മ എന്നെ വിളിക്കുകയും ഞങ്ങൾ കുറേയധികം സമയം ഫോണിൽ സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ അവിടുത്തെ അവർ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം, ഈ മകന് പരീക്ഷയോട് വല്ലാത്ത ഭയമാണ്, അല്ലെങ്കിൽ ഒരുതരം ആങ്സൈറ്റി അല്ലെങ്കിൽ പേടി. അപ്പം അതുകൊണ്ട് ഈ പരീക്ഷയ്ക്കൊക്കെ വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യും, എല്ലാ സബ്ജക്റ്റും അറിയാം. പക്ഷേ പരീക്ഷ അടുക്കുമ്പോൾ ഭയങ്കര ആങ്സൈറ്റി. അപ്പോൾ അത് കാരണം ഒന്നുകിൽ പരീക്ഷ എഴുതില്ല, അല്ലെങ്കിൽ പരീക്ഷ ഹാളിലോട്ട് പോയാൽ തന്നെ മര്യാദയ്ക്ക് പരീക്ഷ എഴുതാൻ സാധിക്കാതെ വരുന്നു. അതുകൊണ്ട് കുറച്ച് ബാക്ക് പേപ്പേഴ്സൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ഒരു സങ്കടം, അങ്ങനെ ഒരു പ്രശ്നം. അപ്പോൾ എനിക്ക് തോന്നി ഇത് ഒരാളുടെ പ്രശ്നമല്ല, ഇത് ഒത്തിരി ആളുകൾ ഫേസ് ചെയ്യുന്ന പ്രശ്നമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇപ്പം ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ എൻ്റെ ഒരു സ്റ്റുഡൻറ്റ്, എത്ര മനോഹരമായിട്ടാണ് പുള്ളി അത് പഠിച്ചത്. എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും പുള്ളിക്ക് അതിന് ഉത്തരമുണ്ട്, കറക്റ്റ് ഉത്തരമുണ്ട്. പക്ഷെ പരീക്ഷ എഴുതാൻ പോയി, തോറ്റുപോയി. അപ്പം ഞാനൊന്ന് പുള്ളിക്കൊന്ന് സമാധാനിക്കാനൊക്കെ സമയം കൊടുത്ത് ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പുള്ളിനെ വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, എന്താ സംഭവിച്ചത്, സത്യം പറ. പുള്ളി പറഞ്ഞു, പരീക്ഷ ഹാളിൽ കയറി ടോട്ടലി ബ്ലാങ്കായിപ്പോയി, ഒന്നും ഓർമ്മ വരാത്ത സ്ഥിതിയിലായിപ്പോയി. അപ്പം ഞാൻ പുള്ളിയോട് പറഞ്ഞു, അടുത്ത പ്രാവശ്യം പരീക്ഷ എഴുതാൻ പോകുന്നതിന് മുമ്പ് ഒരാളോടും പരീക്ഷയെക്കുറിച്ച് പറയണ്ട. കാരണം നമ്മൾ 100 പേരുടെ അടുത്ത് പരീക്ഷയുടെ ഡേറ്റും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കഴിയുമ്പോൾ അനാവശ്യമായ ടെൻഷൻ നമുക്ക് വരികയും, അത് കഴിഞ്ഞിട്ട് പരീക്ഷ കഴിഞ്ഞിട്ട് റിസൾട്ട് വരുമ്പോൾ പാസ്സായോ ഫെയിലായോ എന്ന് പറഞ്ഞാൽ മാത്രം മതി. അപ്പോൾ സെക്കൻഡ് അറ്റംപ്റ്റിൽ പുള്ളി അതിമനോഹരമായി പരീക്ഷ പാസ്സായി. അപ്പം നമുക്ക് ഈ പരീക്ഷ നന്നായിട്ട് ചെയ്യാൻ സാധിക്കാത്തതിൻ്റെ കാരണം അനാവശ്യമായ ടെൻഷൻ, തോറ്റു പോകുമോ എന്നുള്ള ടെൻഷൻ, തോറ്റുപോയാൽ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്നുള്ള ടെൻഷൻ, വീട്ടുകാർക്ക് നമ്മളെക്കുറിച്ച് ദേഷ്യം വരുമോ, സങ്കടം വരുമോ, ഞാൻ മൂലം അവർ ഡിസപ്പോയിൻറ്റഡ് ആയില്ലേ എന്നുള്ള ഒരു ടെൻഷൻ. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പം ഞാനങ്ങനെ ഇതിനെന്ത് ഇപ്പം സൈക്കോളജി, മനുഷ്യൻ്റെ ബുദ്ധി ഉപയോഗിച്ച് ആൻസർ കൊടുക്കാം. അപ്പോൾ കർത്താവ് എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത്? വിശുദ്ധ ബൈബിളിൽ ഇതിനുള്ള സൊല്യൂഷൻ ഉണ്ടാവുകയില്ലേ എന്നിരുന്ന് ഞാൻ കുറച്ച് നേരം നോക്കിക്കഴിഞ്ഞപ്പോൾ കിട്ടിയ വചന ഭാഗങ്ങളാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഇത് ആർക്കെങ്കിലുമൊക്കെ ഉപകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. യേശുവെ നന്ദി, യേശു കർത്താവെ നന്ദി, യേശു കർത്താവെ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദ്യത്തെ വചനഭാഗം സങ്കീർത്തനം 56:3. ഭയമുണ്ടാകുമ്പോൾ ഞാൻ അങ്ങയിൽ ആശ്രയിക്കും, ഭയമുണ്ടാകുമ്പോൾ ഞാൻ അങ്ങയിൽ ആശ്രയിക്കും. അപ്പോൾ നമുക്ക് നല്ല വിശ്വാസമുണ്ടെങ്കിൽ, അതിന് തിരിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ, അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നത് കൊണ്ട് എനിക്ക് ഭയമുണ്ടാവുകയില്ല. അങ്ങാണ് എൻ്റെ ജീവിതത്തിൻ്റെ നിയന്ത്രതാവ്, അങ്ങാണ് എൻ്റെ വിജയവും പരാജയവും എല്ലാം നിശ്ചയിക്കുന്നവൻ അങ്ങാണ്.
ഞാൻ ഈ ലോകത്തിൻ്റെ മുമ്പിൽ പരാജയനായാലും എനിക്ക് വിഷയമല്ല. ഞാൻ അങ്ങയുടെ മുമ്പിൽ വിജയിയായിരിക്കണം. അങ്ങയുടെ പദ്ധതി അനുസരിച്ച് അങ്ങനെ നയിക്കണം. അങ്ങൻ്റെ കൂടെയുള്ളപ്പോൾ ഞാൻ സമാധാനത്തിലാണ്. ഒരു ഭയവും എന്നെ ഏശുകയില്ല എന്ന വിശ്വാസം. അപ്പോൾ സങ്കീർത്തനം 56:3, ഭയമുണ്ടാകുമ്പോൾ ഞാൻ അങ്ങയിൽ ആശ്രയിക്കും. എനിക്ക് എന്തെങ്കിലും ഒരു സംശയം, ജയിക്കുമോ തോൽക്കുമോ എന്നുള്ള ഭയം വരുമ്പോഴൊക്കെ ഞാൻ അങ്ങയിൽ ആശ്രയിക്കും. വീണ്ടും ഫിലിപ്പിയക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 6-7 വാക്യങ്ങൾ. ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട, പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാസ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശു ക്രിസ്തുവിൽ കാത്തുകൊള്ളും. അപ്പോൾ എന്ത് പരീക്ഷയാണെങ്കിലും ശരി, ഇപ്പം ഈ ഒരു ആകാംക്ഷയില്ലാത്ത ആരാണുള്ളത്? ആരാണ് ഒട്ടും ആകാംക്ഷയില്ലാതെ ഒരു പരീക്ഷയ്ക്ക് പോകുന്നത്? ഒരു ഡോക്ടറിൻ്റെ അടുത്ത് നമ്മളൊരു ബ്ലഡ് പ്രഷറിൻ്റെ ടെസ്റ്റ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് ആകാംക്ഷയാണ്. അത് കൂടുതലായിരിക്കുമോ കുറവായിരിക്കുമോ, അത് ഒരു പ്രശ്നമൊന്നും ഉണ്ടാവുകയില്ലേ? ഇങ്ങനെയുള്ള ചെറിയൊരു ബ്ലഡ് പ്രഷറിൻ്റെ ഒരു ടെസ്റ്റ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് ആകാംക്ഷയുണ്ട്. ആകാംക്ഷ ഉണ്ടാവുകയില്ല എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. ആകാംക്ഷയുണ്ട്. അപ്പം നമുക്ക് ചെയ്യാവുന്നത് കർത്താവിനെ കൂട്ടുപിടിക്കുക എന്നുള്ളതാണ്. ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട, പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാസ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. അപ്പോൾ നമ്മളൊരു പരീക്ഷ ഹാളിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് കർത്താവ് അനുവദിച്ചതുകൊണ്ട് മാത്രമാണ് നമ്മൾ ആ പരീക്ഷാ ഹാളിൽ ഇരിക്കുന്നത്. അത് കർത്താവിൻ്റെ പദ്ധതിയാണ് നമ്മളവിടെ ചെല്ലണമെന്നുള്ളത്. അപ്പോൾ കർത്താവിന് നമ്മൾ വിജയിക്കണമെന്ന് തന്നെയാണ് നമ്മുടെ കർത്താവിൻ്റെ പ്ലാൻ. അതുകൊണ്ടാണ് നമ്മൾ പരീക്ഷാ ഹാളിൽ ഇരിക്കുന്നത്. പക്ഷെ നമ്മൾ കർത്താവിൽ ആശ്രയിക്കാതെ നമ്മുടെ സ്വന്തം ബുദ്ധിയിൽ മാത്രം ആശ്രയിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും നമ്മൾ തോറ്റുപോകുമോ എന്നുള്ള ഒരു ചിന്ത നമ്മളെ പിടികൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ചിന്ത വന്നു കഴിയുമ്പോൾ തന്നെ നമ്മുടെ ആ പീസ് ഓഫ് മൈൻഡ് അല്ലെങ്കിൽ സമാധാനം പോകും. സമാധാനമില്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധ പതറിപ്പോകും. അപ്പോൾ അത് എല്ലാം ബുദ്ധിമുട്ടാകും. അപ്പോൾ നമ്മുടെ ആകാംക്ഷകൾ കർത്താവിനെ ഏൽപ്പിക്കുക. നമ്മൾ ഒറ്റയ്ക്കല്ല പരീക്ഷ എഴുതുന്നത്, കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള വിശ്വാസം. ആ പരീക്ഷ നമുക്ക് നല്ലതാണെങ്കിൽ, ആ ഡിഗ്രി നമുക്ക് നല്ലതാണെങ്കിൽ, അത് കർത്താവിൻ്റെ പദ്ധതി അനുസരിച്ചുള്ളതാണെങ്കിൽ കർത്താവ് നമ്മളെ വിജയിപ്പിക്കുക തന്നെ ചെയ്യും. അതൊരു പ്രസൻറ്റേഷൻ ആയാലും ശരി, പരീക്ഷയായാലും ശരി, ഒരു സമാധാനമില്ലെങ്കിൽ, പ്രസൻസ് ഓഫ് മൈൻഡ് ഇല്ലെങ്കിൽ നമ്മൾ പരാജിതരായി പോകും. അപ്പോൾ എപ്പോഴും കർത്താവിനെ കൂട്ടുപിടിക്കുക. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തൊക്കെ പറഞ്ഞാണ്, ഇന്ന് ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ എത്ര എക്സ്പീരിയൻസ് ഉള്ള ആളാണെങ്കിലും ഒരു 100 ക്ലാസ്സൊക്കെ എടുക്കുമ്പോൾ അതിനകത്ത് ചിലപ്പോൾ 2-3 ഫെയിലിയറായി പോകും. അപ്പോൾ ഈ സുഹൃത്ത് എന്നെ പഠിപ്പിച്ചൊരു പാഠം, നേരത്തെ ചെല്ലുക, ആ എക്സാമുകളിലൊക്കെ നടന്ന് പ്രാർത്ഥിക്കുക. കാരണം എല്ലാ സാത്താന്മാരും അവിടെ നിന്ന് ഒഴിഞ്ഞു പോകട്ടെ. ആ ട്രെയിനിങ് പ്രോഗ്രാം ദൈവത്തിന് അർപ്പിക്കുക, ദൈവത്തിന് സമർപ്പിക്കുക. എന്നിട്ട് പറയുക, കർത്താവേ എന്നെ നയിക്കണമേ, വിജയിക്കും.
അത് നമ്മൾ പരീക്ഷ എഴുതുകയാണെങ്കിലും ഇത് തന്നെ, കർത്താവെ എന്നെ നയിക്കണമേ, എൻ്റെ ബുദ്ധിക്ക് പ്രകാശം നൽകണമേ, എൻ്റെ ആകാംക്ഷകളെ അങ്ങ് എന്നിൽ നിന്ന് ഒഴിവാക്കണമേ, എനിക്ക് സമാധാനം നൽകണമേ, ഞാൻ പരാജയത്തെക്കുറിച്ച് ചിന്തിക്കാതെ ഇരിക്കട്ടെ, അങ്ങൻ്റെ കൂടെയുള്ളപ്പോൾ ഞാൻ വിജയിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അങ്ങൻ്റെ കരം പിടിച്ച് നടത്തണമേ, നയിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ആ പരീക്ഷ നമ്മൾ ചെയ്യുകയാണെങ്കിൽ, അത് കർത്താവിൻ്റെ പദ്ധതി അനുസരിച്ചിട്ടുള്ളതാണെങ്കിൽ, നമ്മുടെ നന്മയ്ക്കായിട്ടുള്ളതാണ് ആ പരീക്ഷയെങ്കിൽ നമ്മൾ വിജയിച്ചിരിക്കും. അതുപോലെ 1 പത്രോസ് 5:6, ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. നമ്മൾ ഉറങ്ങുമ്പോൾ പോലും നമുക്കായി പ്രവർത്തിക്കുന്നവനാണ്, നമ്മുടെ നന്മയ്ക്കായി പ്രവർത്തിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. അപ്പോൾ എല്ലാ ഉത്കണ്ഠകളും അവിടുത്തെ ഏൽപ്പിക്കുവിൻ. നമ്മുടെ എല്ലാ പദ്ധതികളും, നമ്മുടെ കരിയറും, നമ്മുടെ വിജയങ്ങളും പരീക്ഷകളും, നമ്മുടെ അറിവും എല്ലാം കർത്താവിന്, ഭാവിയും ജോലിയും എല്ലാം കർത്താവിനെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. വിലാപങ്ങൾ 3:57, ഞാൻ വിളിച്ചപ്പോൾ അവിടുന്ന് അടുത്തു വന്നു, ഭയപ്പെടേണ്ട എന്ന് അവിടുന്ന് പറഞ്ഞു. ആരെയാണ് നമ്മൾ ഭയപ്പെടുന്നത്? ഒരു പരീക്ഷയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഭയങ്കര മാർക്കിൽ നമ്മൾ പാസ്സാകും, ചിലപ്പോൾ ഇത്തിരി മാർക്ക് കുറഞ്ഞു പോകും, ചിലപ്പോൾ നമ്മൾ പരാജിതരാകും. രണ്ടാമത് എഴുതാലോ, നോ ഇഷ്യൂസ്. അത് കർത്താവിൻ്റെ പദ്ധതി അതാണെങ്കിൽ അങ്ങനെ ചിന്തിച്ച്, ഇത് നമുക്ക് എന്തെങ്കിലും ജയിച്ചേ തീരൂ എന്നുള്ള ഒരു ചിന്ത ഉണ്ടെങ്കിൽ പലപ്പോഴും പരാജയമായിരിക്കും ഫലം. അപ്പോൾ നമ്മുടെ ഉദ്ദേശം നന്നായിട്ട് പരീക്ഷ എഴുതുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളൊരു ഇൻ്റർവ്യൂവിനൊക്കെ പോവുകയാണെങ്കിൽ ഇത് വളരെ പ്രകടമാണ്. ആ ജോലി അല്ലെങ്കിൽ ആ കോളേജിൽ ആ സീറ്റ് നമുക്ക് കിട്ടിയേ അടങ്ങൂ എന്നുള്ള ഭയങ്കര ചിന്തയാണെങ്കിൽ മിക്കവാറും അത് ലഭിക്കുകയില്ല. അതേസമയം നമ്മൾ പറയാണ്, എനിക്ക് അർഹതയുണ്ടെങ്കിൽ കിട്ടട്ടെ, അല്ലെങ്കിൽ വേണ്ട, വേറെ കോളേജിൽ പോകാന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ആണെങ്കിൽ മിക്കവാറും നമുക്കത് ലഭിക്കുക തന്നെ ചെയ്യും. അപ്പോൾ നമുക്ക് ധൈര്യം ഉണ്ടാകും, സമാധാനമുണ്ടാകും. അപ്പോൾ സമചിത്തതയോടെ നമുക്ക് കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കും. നമ്മൾ പതറിപ്പോവുകയില്ല. ക്വസ്റ്റ്യനൊക്കെ വായിച്ച് അത് മനസ്സിലാക്കി ബുദ്ധി ഉപയോഗിച്ച് കർത്താവിൻ്റെ വിവേകത്തോടുകൂടെ, കർത്താവിൻ്റെ അനുഗ്രഹത്തോടുകൂടെ നമുക്കതിനെ ആൻസർ ചെയ്യാൻ സാധിക്കും. വീണ്ടും പറയുന്നു, ജെറേമിയ 29:11, കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. അപ്പോൾ നമ്മുടെ ജീവിതം, നമുക്കുള്ള സമസ്തവും, നമ്മുടെ അറിവും, നമ്മുടെ വിജയങ്ങളും പരാജയങ്ങളും നേട്ടങ്ങളും കോട്ടങ്ങളും, നമ്മുടെ ആന്തരിക ദുഃഖങ്ങളും, നമ്മുടെ ധനവും ബുദ്ധിശക്തിയും കഴിവുകളും കുടുംബവും മാതാപിതാക്കളെയും എല്ലാം നമുക്ക് കർത്താവ് നൽകിയിട്ടുള്ളതാണ്. കർത്താവിന് നമ്മളെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. കർത്താവ് തീരുമാനിക്കുകയാണ്, നീ ഒരു നല്ല എൻജിനീയർ ആകണം എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ
നീ ഒരു നല്ല എഞ്ചിനീയർ ആവുക തന്നെ ചെയ്യും. നീ ഒരു നല്ല ഡോക്ടറായി മാനവ സേവ ചെയ്യണമെന്ന് കർത്താവ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിനും അതിന് എതിര് നിൽക്കാൻ സാധിക്കുകയില്ല. നീ ഒരു നല്ല നേഴ്സായി രോഗികളെ സ്നേഹത്തോടെ പരിചരിക്കണമെന്നാണ് കർത്താവിൻ്റെ നിയോഗമെങ്കിൽ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും അതിന് എതിര് നിൽക്കാൻ സാധിക്കുകയില്ല. നീ ഒരു നല്ല ബിസിനസ്സുകാരനാകണമെങ്കിൽ എന്ത് തന്നെ, കർത്താവിൻ്റെ പദ്ധതി, നമ്മുടെ പദ്ധതികളല്ല, കർത്താവിനാൽ നയിക്കപ്പെട്ടാണ് നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യുന്നതെങ്കിൽ ഒരു പരാജയവും നമ്മുടെ അടുത്ത് വരികയില്ല. ഇനി പരാജയപ്പെട്ടാൽ തന്നെ നോ പ്രോബ്ലം, കാരണം കർത്താവിൻ്റെ പദ്ധതി വേറെ ആയിരിക്കാം. അപ്പോൾ ലെറ്റ് us ബി ഫിയർലെസ്. ഒരേ ഒരു ജീവിതം, അതിനെ നന്നായി ജീവിക്കുക, നന്നായി ജോലി ചെയ്യുക, നന്നായി പഠിക്കുക, കഴിവിൻ്റെ പരമാവധി നന്നായി പരീക്ഷയെല്ലാം എഴുതുക, ഒരിക്കലും പതറിപ്പോകാതിരിക്കുക, ഭയം ഗ്രസിക്കുമ്പോഴെല്ലാം കർത്താവിനെ കൂട്ടുപിടിക്കുക, എപ്പോഴും കർത്താവിനെ കൂട്ടുപിടിക്കുക, സന്തോഷത്തിലും സമാധാനത്തിലും ദുഃഖത്തിലും ആകുലതയിലും സംശയത്തിലും ആത്മവിശ്വാസക്കുറവുള്ള സമയങ്ങളിലും ലാക്ക് ഓഫ് സെൽഫ് എസ്റ്റീം അങ്ങനെയുള്ള സമയങ്ങളിലും എല്ലാം കർത്താവിനോട് ചേർന്ന് നിന്ന് ജീവിക്കുക. അപ്പോൾ നമ്മൾ തീർച്ചയായും വിജയിക്കും. പക്ഷെ നമ്മൾ വിജയിക്കാൻ വേണ്ടിയല്ല കർത്താവിനെ കൂട്ടുപിടിക്കുന്നത്. കർത്താവിൻ്റെ ആഗ്രഹമാണ് നമ്മൾ വിജയിക്കണമെന്ന്, വിജയശ്രീ ലാളിതരാകണമെന്നുള്ളത് തന്നെയാണ് കർത്താവിൻ്റെ ആഗ്രഹം. അപ്പോൾ കർത്താവിൻ്റെ ആഗ്രഹത്തിനൊത്ത് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ, കർത്താവ് നമുക്ക് നിശ്ചയിച്ചുറപ്പിച്ചിട്ടുള്ള പാതകളിലൂടെ നമ്മൾ മുന്നേറുമ്പോൾ, അവൻ തീർച്ചയായും നമ്മുടെ കരം പിടിച്ച് നമ്മളെ മുന്നോട്ട് നയിക്കും. ഈ ഒരു വിശ്വാസത്തിലേക്ക്, ഈ ഒരു തുറവിയിലേക്ക്, ഈ ഒരു ആത്മവിശ്വാസത്തിലേക്ക്, കോൺഫിഡൻസിലേക്ക് കർത്താവ് നമ്മളെ വിളിക്കുന്നു. നമ്മുടെ അബ്ബാ പിതാവ് നമ്മളെ എപ്പോഴും നയിക്കും. നമ്മുടെ ആകുലതകൾ, നമ്മുടെ ധൈര്യക്കുറവുകൾ എല്ലാം നമുക്ക് കർത്താവിന് ഭരമേൽപ്പിക്കാം. പറ്റുമെങ്കിൽ ഒരു നല്ല കുമ്പസാരമൊക്കെ നടത്തി പശ്ചാത്തപിച്ച് പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് നല്ലൊരു വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ദൈവത്തെ പൂർണ്ണ യോഗ്യതയോടെ സ്വീകരിച്ച് നമുക്ക് ഒരുങ്ങാം. ആ ഒരു കൃപയോടെ നമുക്ക് നമ്മുടെ പരീക്ഷകളെ വിജയശ്രീ ലാളിതരായി നമുക്ക് അഭിമുഖീകരിക്കാം. ഞാൻ നിൻ്റെ കൂടെയുള്ളപ്പോൾ ആര് നിനക്ക് എതിര് നിൽക്കും? യേശു കർത്താവെ നന്ദി, യേശു കർത്താവെ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് യു, പ്രൈസ് യു, പ്രൈസ് യു. വർഷിപ്പ് യു ജീസസ് ക്രൈസ്റ്റ്, അഡോർ യു ജീസസ് ക്രൈസ്റ്റ്, ലവ് യു ജീസസ് ക്രൈസ്റ്റ്. കർത്താവെ, പരീക്ഷകളെ അഭിമുഖീകരിക്കുന്ന എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. പരീക്ഷയോടുള്ള ഭയവും ആകാംക്ഷയും ഉത്കണ്ഠയും എല്ലാം മാറിപ്പോകട്ടെ. പൂർണ്ണ സമാധാനത്തോടെ അവർക്ക് പരീക്ഷകളെല്ലാം എഴുതുവാനും നല്ല രീതിയിൽ വിജയം വരിക്കുവാനുമുള്ള കൃപ അങ്ങ് ചൊരിഞ്ഞ് അനുഗ്രഹിക്കണമേ. ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ആമേൻ.